സവർക്കർ നാഷണലിസ്റ്റ് ആണെന്ന് ഗവർണർ ആർലേക്കർ പറഞ്ഞപ്പോൾ അതും ഒരു വലിയ പ്രൊട്ടസ്റ്റിലേക്ക് പോയി. ബിജെപിയുടെ പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോ എല്ലാ ഇഷ്യൂസിനും ഞാൻ പോയി കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാൾക്കാർക്ക് രണ്ട് വ്യൂ ഉണ്ട്. എന്നെ പറ്റി കോൺഗ്രസ്സുകാര് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ അവർ പോയി ചേസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാൻ നോക്കുക ഇല്ല. താങ്കൾ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ മൂന്ന് ആൾക്കാർക്ക് എന്നെ പറ്റി മൂന്ന് ഒപ്പീനിയൻ ഉണ്ടാവാൻ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് അല്ലേ, അത് ചെയ്തോട്ടെ. സവർക്കറിനെ പറ്റി വേറെ ആർക്കെങ്കിലും ഒരു വ്യൂ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു വ്യൂ ഉണ്ട്. അത് ഞങ്ങളുടെ വ്യൂ ഞങ്ങൾ മാറില്ല. അതിന് നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ സന്തോഷമില്ല. അതൊരു റൈറ്റ് ടു ഫ്രീ എക്സ്പ്രഷൻ. യു ക്യാൻ ഒപ്പോസ് മീ, ഐ ക്യാൻ ഒപ്പോസ് യു. അതുകൊണ്ട് തർക്കിക്കണം, അങ്ങനെ അടിക്കണം, അതൊരു വയലൻസ് ആവണമെന്ന് ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ വ്യൂ ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ്ലി മുമ്പോട്ട് വെക്കും. ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത് എല്ലാം ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ വാല്യൂ ബേസ്ഡ് ബിലീഫാണ്. ഞങ്ങൾ ഈ ഓപ്പർച്യൂണിസ്റ്റിക് രാഷ്ട്രീയം കളിക്കാൻ ഇന്ന് ഒരു സാധനം പറയും, നാളെ മറ്റേ സാധനം പറയും, അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ പാർട്ടിയിൽ അത് ചെയ്യില്ല. ഇന്ന് ബിലീവ് ചെയ്യുന്നത് നാളെയും ബിലീവ് ചെയ്യും, അത് മിന്നാന്നും ബിലീവ് ചെയ്യുന്ന സാധനം. അത് ഒരു കൺസിസ്റ്റൻസി, ബിക്കോസ് ഞങ്ങളൊരു ഐഡിയോളജി ഉണ്ട്, ഒരു കോർ വാല്യൂ സിസ്റ്റം ഉണ്ട്. മറ്റേ പാർട്ടികൾക്കെല്ലാം ഇത് ഞങ്ങൾ ചിലപ്പോൾ പറയുന്നത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ യൂസ് ചെയ്യും, മിസ്യൂസ് ചെയ്യും. ചെയ്തോട്ടെ. ഞാൻ അതിൽ എല്ലാ CPM-കാരും പറയുന്നത് ഞാൻ പോയിട്ട് അതിനെ കോൺട്രഡിക്ട് ചെയ്യണമെന്നോ, പിന്നെ കോൺഗ്രസ്സുകാർ എന്നെ പറ്റി ട്രോൾ ചെയ്താലോ BJP-നെ പറ്റി ട്രോൾ ചെയ്താൽ ഞാൻ അത് പോയി ചാടി അതിനെ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നു. അങ്ങനെ എനിക്ക് സമയമില്ല. എനിക്ക് വേറെ എത്രയോ പണി ചെയ്യണം, അധ്വാനിക്കണം. അത് ഞാൻ ചെയ്യും. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒരു നോർമൽ ഇഷ്യൂ ആണ്. ഡെമോക്രസിയിൽ അതൊരു നോർമൽ ഇഷ്യൂ ആണ്. അതിന് ഞാനൊരു നെഗറ്റീവായിട്ട് കാണുന്നില്ല. ഈ ബാലൻസിംഗ് ആയിരിക്കും ഒരു സോഷ്യൽ ബാലൻസിംഗിലും ഉണ്ടാവുകയല്ലേ? വെള്ളാപ്പള്ളി നടേശൻ കുറച്ചു മുമ്പ് പറഞ്ഞു വളരെ നല്ല ചോയ്സ് ആണ് രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ പ്രസിഡന്റ് ആയിട്ടെന്ന്. അപ്പം സമുദായ നേതാക്കൾ, NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രിസ്ത്യൻ സഭകളാണെങ്കിലും അങ്ങനെ ഒരു ബാലൻസിംഗ് കൂടുതൽ ശക്തമാക്കാനായിരിക്കും. അതാണ് ഞാൻ പറയാനായിരിക്കുന്നത്. ഇതിൽ ബാലൻസ് ഒന്നുമില്ല. എന്ത് ബാലൻസ്? ഞങ്ങൾ പറഞ്ഞത് എല്ലാവരുടെ അടുത്ത് എത്തുമ്പോൾ ഒരേ സമാനമാണ് എത്തുന്നത്. ഞാൻ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു വേറെ പാക്കേജ് ചെയ്തിട്ട് പറയല്ലോ, ഈ കമ്മ്യൂണിറ്റിക്ക് വേറെ ഒരു പാക്കേജ് ആയിട്ട് പറയേ, മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് മൂന്നാമത്തെ പാക്കേജ് ആയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയുന്നത് ഈ നാടിന്റെ ഒരു ട്രജക്ടറി നമുക്ക് മാറ്റണം. നമുക്ക് ഈ സ്ഥിതിന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് രക്ഷിക്കണം. ആ ഒരു ട്രജക്ടറി മാറ്റാനും നമ്മുടെ ഒരു ഭാവി, ശരിക്കൊരു വികസിത് കേരളത്തിന്റെ ഒരു പുതിയൊരു ഒരു വിഷൻ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്, താല്പര്യമുണ്ട്, എനർജി ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. അതാണ് BJP NDA. മറ്റേവര് എന്താണ് അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഞാൻ അതിൽ ഇറങ്ങാൻ പോകുന്നില്ല. ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ 70 കൊല്ലം കഴിഞ്ഞിട്ട് 72 കൊല്ലം കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് എന്തെങ്കിലും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. എനിക്ക് എൻ്റെ മനസ്സിൽ ഇതാണ് മലയാളീസും നമ്മുടെ കേരള നാട്ടിലെ ജനങ്ങളും കാണുന്നത്. ഇവരെ എക്സ്പെരിമെന്റ് ചെയ്തു, ഇവർക്ക് എത്രയോ അവസരം കൊടുത്തു. ഇനി ടൈമായി ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ടൈം വന്നിട്ടുണ്ട്. അതിന് BJP NDA ആണ് ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. നമുക്ക് അവർക്കൊരു ചാൻസ് കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള വിഷയമാണ്. അത് UDF-ഉം LDF-ഉം ഒരുപോലെ പറയുന്നു. താങ്കൾ ഇങ്ങനെ ഒരു കോർ പൊസിഷനിൽ വരുമ്പോൾ അതിന് ഒരു സമ്മർദ്ദം നോക്കൂ. ഇത് കാശ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എന്റെ അച്ഛൻ, ഞാൻ ചെറുതാവുമ്പോൾ എനിക്ക് പ്രോബ്ലം, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് എനിക്ക് കാശ് വേണമെന്ന് പറയുമ്പോൾ അച്ഛൻ അയക്കും. ഇങ്ങനെയല്ലല്ലോ. സംസ്ഥാന സർക്കാരും സെൻട്രൽ ഗവൺമെന്റിനും ഒരു സിസ്റ്റം ഉണ്ട്. കാശ് എങ്ങനെ വരും, ഒരു റൂൾസും ഒരു മെത്തേഡുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ ഇവിടെ 2 ട്വീറ്റ് ചെയ്ത് 2 പ്രസ് കോൺഫറൻസ് ചെയ്ത കാശ് ഓട്ടോമാറ്റിക്കലി വരില്ല. അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് ഒന്നുമല്ലല്ലോ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സാധനം, യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സാധനം, അതിൽ കാശുണ്ട്. ആ കാശിന് ഒരു സിസ്റ്റം ഉണ്ട്. എങ്ങനെയാണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ എത്തുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യണം ആ കാശ് എടുക്കാൻ. സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ ആ കാശ് കിട്ടില്ല. അതാണ് റൂള്. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് അത്.
യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, SDRF ഫണ്ട് യൂട്ടിലൈസ് ചെയ്യില്ല, അതിന്റെ യൂട്ടിലൈസേഷൻ ഡീറ്റെയിൽസ് കൊടുക്കില്ല. എന്നിട്ട് ഞാൻ പ്രസ് കോൺഫറൻസ് പോയി രാജ്യസഭയിൽ 2 ആൾക്കാരെ കൂടെ പറയിപ്പിക്കും ഞങ്ങൾക്ക് കാശില്ല. അതെങ്ങനെയല്ല. ഇതെല്ലാം ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനും ഇവിടുത്തെ എക്കണോമിക് മിസ്മാനേജ്മെന്റ് കവറപ്പ് ചെയ്യാനുള്ള ഒരു പ്രക്രിയ. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വയനാട് വിഷയത്തിലൊക്കെ ഹൈക്കോടതി പോലും കേന്ദ്രത്തെ അല്ല, ഹൈക്കോടതി ഒരു ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞു. ഹൈക്കോടതി എന്താ പറഞ്ഞു? നാഷണൽ ഗവൺമെന്റിന്റെ എക്സ്പ്ലനേഷൻ ഈ SDRF യൂട്ടിലൈസേഷൻ അവർ ഇതുവരെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. ആ 150 കോടി എന്തോ, എനിക്ക് നമ്പർ ഓർമ്മയില്ല, അവർ ചെയ്തിട്ടില്ല. ആ കാശ് ഡ്രോ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? അതല്ല നമ്മളെ മാധ്യമം ചോദിക്കേണ്ടത്. അവിടെ കാശ് ശരിക്കും വയനാട്ടിൽ കാശ് വേണം. സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ കാശ് തയ്യാറായിട്ട് വെച്ചിരിക്കുന്നു. അത് ഡ്രോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കൊടുക്കണം. ഈ കാശ് 150 കോടിന്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എന്തിനാണ് ഈ ഒരു ബ്യൂറോക്രാറ്റിക് പ്രോസസ്സിനെ ഇമോഷണൽ ആക്കുന്നത്? ഇതൊരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ അല്ലേ? ഒരു പ്രോസസ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ ഒരു വഴിയല്ലേ?